ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും അടുത്ത ഒരു ദിവസത്തിൻ്റെ ടാസ്ക്കാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മുന്നേ നമ്മൾ പറഞ്ഞ ഡേയ്സിലുള്ള ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? എല്ലാ ദിവസവും നമ്മൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് വീതം നിർബന്ധമായും ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ എഴുതിയിരിക്കണം. രാവിലെ എണീറ്റതും അല്ലെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ ടൈം വെച്ച് അതായിരിക്കണം നമ്മൾ ആദ്യം നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതേണ്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസം എഴുതുക, ഡേ 3 എന്ന് എഴുതുക. 3 എന്ന് എഴുതിയിട്ട് 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഉറങ്ങി എണീറ്റതിന് നന്ദി, ഇന്നത്തെ ദിവസത്തിന് നന്ദി, ഇന്നെനിക്ക് കിട്ടിയ ഭക്ഷണത്തിന് നന്ദി, ഇന്ന് ഞാൻ കണ്ടുമുട്ടിയ ആൾക്കാർക്ക് നന്ദി. അങ്ങനെ ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. എഴുതിയതിന് ശേഷം ഇന്നെയാണ് ഇന്നത്തെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടാസ്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാകും, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ ജീവിച്ച് വളരെ നമ്മൾ അവരെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും ചേർന്ന് പോകാൻ പറ്റാത്ത ആൾക്കാരെന്ന് കരുതുന്ന 3 ആൾക്കാരുടെ ഫോട്ടോ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ നോട്ട്ബുക്കിൽ ആ 3 ആൾക്കാരുടെ ഫോട്ടോസ് ഒരു ഗ്യാപ്പ് വിട്ട് നമ്മൾ ഒട്ടിക്കുക. ആദ്യത്തെ ഫോട്ടോ ഒട്ടിച്ചു, അതിനടിയിൽ കുറച്ച് എഴുതാൻ സ്പേസ് വേണം. രണ്ടാമത്തെ ഫോട്ടോ ഒട്ടിച്ചു, മൂന്നാമത്തെ ഫോട്ടോ ഒട്ടിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ള ഹസ്ബൻഡോ വൈഫോ പാരൻസോ മാതാപിതാക്കളോ, അപ്പോൾ അവരുടെ ഫോട്ടോ എടുത്ത് നമ്മൾ ഒട്ടിക്കുക. 3 പേരുടെ ഏറ്റവും പ്രശ്നമുള്ളത് ഒട്ടിച്ചോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യത്തെ ആളുടെ ആ ഫോട്ടോയിലോട്ട് വളരെ സ്നേഹപൂർവ്വം നമ്മൾ നോക്കുക. ചിലപ്പോൾ നമുക്ക് സ്നേഹമൊന്നും തോന്നില്ല, അവർ ചെയ്ത കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കൊണ്ട്. അപ്പം നോക്കിയതിന് ശേഷം മനസ്സൊന്ന് കൂളാക്കി വെച്ചതിന് ശേഷം അവർ കണ്ടുമുട്ടിയത് തൊട്ടിട്ട് അവർ ചെയ്ത എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് കാര്യം തന്നെ ആയിക്കോട്ടെ, അതിലൂടെ നമ്മൾ എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, എന്തെങ്കിലും ഒരു ജീവിത അനുഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടാകും, അല്ലേ? അപ്പം അങ്ങനെ ആ ഫോട്ടോ നോക്കിയിട്ട്, നിങ്ങളുള്ളത് കൊണ്ട് ഞാൻ ഇന്ന കാര്യം പഠിച്ചു, ഇന്ന സമയത്ത് ഞാൻ ഇത്ര സങ്കടപ്പെട്ടിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു, അങ്ങനെ കഷ്ടപ്പെട്ടെങ്കിലും അവർ ചെയ്ത ഒരു 10 പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. അങ്ങനെ രണ്ടാമത്തെ വ്യക്തിയെ നോക്കുക, ആൾ ചെയ്ത പോസിറ്റീവ് കാര്യങ്ങൾ ഒരു 10 എഴുതുക. മൂന്നാമത്തെ വ്യക്തിയുടെ ഫോട്ടോയിൽ കുറച്ച് നേരം നോക്കിയതിന് ശേഷം അവർ ചെയ്ത 10 കാര്യങ്ങൾ എഴുതുക. എഴുതിയതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് അത് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യുക. ഡീപ്പ് ബ്രീത്ത് ഉള്ളിലോട്ട് നമ്മൾ നല്ല ആഴത്തിൽ ശ്വസിച്ച് അത് വെളിയിലോട്ട് നമ്മൾ എക്സെയിൽ ചെയ്യുക. ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭൂമിയിൽ നമ്മൾ പലരെയും കുറ്റം പറയുമല്ലേ? പിന്നാൾ എന്നെ ദ്രോഹിച്ചു, ഇന്നാൾ ദ്രോഹിച്ചു. പക്ഷേ ഇവരൊന്നുമില്ല. ഈ ഭൂമിയിൽ ഞാൻ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ മാത്രമാണ് ജീവിച്ചിരുന്നതെങ്കിൽ എത്ര ബോറിംഗ് ആയിരിക്കും. നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ വല്ല മാനസിക രോഗികളുമായിട്ടുണ്ടാകും. ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു ഭക്ഷണത്തിന് മധുരവും എരിവും കയ്പും പുളിപ്പും എല്ലാം ചേരുന്നത് കൊണ്ടാണ് ആ ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പം അതുപോലെ നമ്മുടെ ലൈഫ് വളരെ റിച്ചാക്കാൻ ഈ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരും നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും നമ്മൾ വഴക്കിട്ട ആൾക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ലൈഫ് വളരെ റിച്ചാക്കി സന്തോഷപ്രദമാക്കി മാറ്റുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ഒരു സങ്കടം വരുമ്പോൾ മാത്രമാണ് സന്തോഷത്തിൻ്റെ വില നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമി എത്ര ബോറിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ പലർക്കും പല കാര്യങ്ങളുണ്ടാകും. നമ്മൾ എത്രത്തോളം പറഞ്ഞാൽ അവർ മാറില്ല, അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരിങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സന്തോഷത്തിനെ അവരുടെ പ്രശ്നങ്ങൾ ബാധിക്കാത്ത രീതിയിൽ, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക. അവരെങ്ങനെയാണോ അതുപോലെ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയും, ഫാമിലി റിലേഷൻഷിപ്സിൽ ഇടയിൽ വഴക്കുള്ള റിലേഷൻഷിപ്സാണ്, അല്ലെങ്കിൽ കുറ്റം പറയുന്ന റിലേഷൻഷിപ്സാണ് സ്ട്രോങ് റിലേഷൻഷിപ്സ് എന്ന് പറയും. പക്ഷേ അത് അങ്ങനെ കുറ്റം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് എല്ലാ സിറ്റുവേഷനിലും കറക്റ്റല്ല. നമ്മൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ കൂടുതൽ കുറ്റങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണിലോട്ട് കാണപ്പെടും. അതുപോലെ തന്നെ നമ്മൾ കുറവുകൾ കാണാൻ തുടങ്ങുമ്പോൾ പിന്നെ കുറവുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. വഴക്കിടാൻ തുടങ്ങുമ്പോഴും അതുപോലെ വഴക്കുകൾ കൂടുതലായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വഴക്കിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് വയ്ക്കുക. അപ്പോൾ ഒരു ദിവസം വഴക്കിട്ടു, അന്ന് രാത്രിക്കുള്ളിൽ നമ്മൾ മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുകയും സംസാരിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അന്ന് രാത്രി കടക്കുന്നതിനുള്ളിൽ ആ പ്രശ്നം സോൾവ് ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര്, ഇത്രയും നമ്മൾ ചെയ്ത ടാസ്കുകളുടെ ടോപ്പിക്കിൻ്റെ പേരാണ് മാജിക്കൽ റിലേഷൻസ്. സോ ഡേ 3 ഈസ് മാജിക്കൽ റിലേഷൻസ്. നിങ്ങളുടെ ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കമൻസ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്.
ഇനി എന്തെങ്കിലുമൊക്കെ കൂടുതൽ വീഡിയോസ് ചെയ്യണം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ പ്രൊഫഷണലായിട്ട് തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. സി യു സൂൺ. ബൈ.